അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറാണ്, ടൊമാറ്റോ റൈസ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 കപ്പ് അളവിൽ അരിയാണ്, ബസ്മതി റൈസാണ്. ഇതൊന്ന് അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് കഴുകി വാരി വെള്ളം വാലാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 3 കപ്പ് എന്ന് പറയുന്നത് ഏകദേശം 750 ml കാണും. 1 കപ്പ് 250 ml അളവാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പകരം ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കുന്നത് ഒരു നല്ലൊരു മണം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഒരു 5-6 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 8-10 എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ ഏലക്കായ ആയതുകൊണ്ടാണ് 10 എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പു. ഇതിൻ്റെ സ്ഥാനം ഞാൻ ഒരു 8-10 എടുത്തിട്ടുണ്ട് കേട്ടോ, തീരെ പൊടി ആയതുകൊണ്ടാണ്. പിന്നെ ഒരു തക്കോലം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേ ലീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇതൊന്ന് ചൂടായി വന്നോട്ടെ. ഈ സമയം കൊണ്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊന്ന് ക്രമീകരിക്കാം കേട്ടോ. കശുവണ്ടിയുടെ അളവ് നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കടലപ്പരിപ്പോ ഉഴുന്നുപരിപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി വറുത്തെടുക്കണം. നല്ല ചുമന്ന കളറിൽ വരുന്നവരെ ഉഴുന്നുപരിപ്പും കശുവണ്ടിയും വറുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരുന്നവരെ നന്നായി വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരൽപ്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സവോള ആണ്, ഒരു മീഡിയം സൈസ് സവോളയാണ്. അത് ചെറുതായിട്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഞാൻ 1 സവോളയാണ് ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് സവോള വഴറ്റുന്ന കൂട്ടത്തിൽ നമുക്കൊരൽപ്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൈസിനും കൂടെ വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചോറിനും കൂടെ കണക്കാക്കിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഓൾറെഡി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമുളക് മാറി വരുന്നവരെ ഒന്ന് വഴറ്റുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി പുളിയുടെ അനുസരിച്ച് നമുക്ക് തക്കാളിയുടെ എണ്ണം ക്രമീകരിക്കാവുന്നതാണ്. അധികം പുളിയുള്ളതാണെങ്കിൽ എണ്ണ ഒന്ന് കുറയ്ക്കാം. എൻ്റെ തക്കാളി വലിയ പുളിയുള്ളതായിരുന്നില്ല, അതുകൊണ്ടാണ് 5 എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 4 മതിയാകും. ഇനി തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. തക്കാളി ഒന്ന് ഉടച്ച് ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരുന്ന അരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 3 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വീതമാണ് നമ്മൾ മല്ലിയിലയും പുതിനയിലയും എടുത്തിരുന്നത്. അത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം ഇത് ആദ്യം തന്നെ തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. നമ്മളിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിള വരും. പിന്നെ നമ്മൾ അരി ചെറുതീയിലിട്ട് വേവിച്ചാൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ക്രമീകരിക്കണം. വെള്ളത്തിൽ ഒരു പടി മുന്നിലായിരിക്കണം ഉപ്പ്. അങ്ങനെയാണെങ്കിൽ അരി വെന്ത് കഴിയുമ്പോൾ പാകത്തിന് ഉപ്പ് ആവത്തുള്ളൂ.
ഇനി ഇത് അടച്ചു വെച്ചൊരു 10-15 മിനിറ്റ് ഇതൊന്ന് ചെറു തീയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. വെള്ളം തീർത്ത് പറ്റിപ്പോയാൽ അടിക്ക് പിടിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി നോക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഏകദേശം 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി നോക്കണം. ഒരല്പം കൂടെ വെള്ളം പറ്റാനുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി ഒരു 3 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ച് നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട്. അരിയൊക്കെ ഏകദേശം ഒരു 70-80% വെന്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്നാൽ മതി. നമ്മൾ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.